സർ, നമ്മളെല്ലാം ഉറ്റുനോക്കുന്ന 2026 തെരഞ്ഞെടുപ്പാണ്. ഈ 2026 ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കുവാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അത്തരത്തിലൊരു ഡീല് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അല്ല, ഡീല് ഉണ്ടെന്നാണ് ഈ ചില പിന്നാമ്പുറ വർത്തമാനങ്ങളൊക്കെ നടക്കുന്നത്. അത് ചിലയിടങ്ങളിലൊക്കെ തെളിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്പം തെളിഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഡീലിന് ആക്കം കൂടുകയാണ്, അതിൻ്റെ വ്യാപ്തി കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ തവണയും ബി ജെ പി പറയുന്നുണ്ട് വോട്ടിംഗ് ശതമാനം കൂടുന്നു, വോട്ട് വിഹിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടും 2016 ഒരു നിയമസഭാ സീറ്റ്, പിന്നെ അത് കഴിഞ്ഞ് 2024 ഒരു പാർലമെൻറ്റ് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ബി ജെ പി ഇപ്പോൾ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് പറയുന്നത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്താണെന്ന്. ഈ 11 ഇടവും അങ്ങ് പിടിച്ചെടുക്കുമെന്നുള്ള മട്ടിലാണ് പറയുന്നതെങ്കിലും അതത്ര പെട്ടെന്ന് അങ്ങോട്ട് പ്രാവർത്തികമാകും എന്ന് തോന്നുന്നില്ല. മറിച്ച് അവർക്കൊരു 3 മുതൽ 5 സീറ്റ് വരെയെങ്കിലും നേടാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ്. അപ്പം 3 സീറ്റൊക്കെ നിയമസഭയിൽ കിട്ടിയാൽ അത് വലിയ കാര്യം തന്നെയാണ് ബി ജെ പിക്ക്. 2-ൽ നിന്നാണ് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ബി ജെ പിയെ 3-ൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 3 എന്നുള്ളത് ഞാൻ പറയുന്നത്, 1, തിരുവനന്തപുരത്ത് ബി ജെ പി സീറ്റ് പിടിച്ചാൽ നിയമസഭാ സീറ്റ്, തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ തിരുവനന്തപുരമുണ്ട്, കഴക്കൂട്ടമുണ്ട്, വട്ടിയൂർക്കാവ്, നേമം, ഇതൊക്കെ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ്. ഇവിടെ കുറേ കാലമായിട്ട് ഹിന്ദു മുന്നണിയുടെ ഒരു കാലം മുതൽ തന്നെ ബി ജെ പി ശക്തമായി വോട്ട് പിടിച്ചു വരികയാണ്. അത് ഇടതു വലതു മുന്നണികളെ ഒരുപോലെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഇടയ്ക്ക് വിജയത്തോട് വരെ അടുക്കുകയും ചെയ്തതാണ്. ഇവിടെ ഒരു സീറ്റ് പിടിച്ചാൽ അത് ബി ജെ പി സി പി എം ഡീലെന്ന് പറയത്തുമില്ല, എന്നാലൊട്ട് ഡീല് നടക്കുകയും ചെയ്യും. ഇനിയും തൃശ്ശൂരിൽ ഇപ്പോൾ 2024 സുരേഷ് ഗോപി വിജയിച്ച മണ്ഡലമാണ്. അവിടെ ബി ജെ പിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ശക്തമായ ഒരു അടിത്തറ ഉള്ളത് കൊണ്ട് അവിടെ നിന്നും ഒരു നിയമസഭാ സീറ്റ് കിട്ടിയാൽ തൃശ്ശൂരിൽ നിന്ന് ബി ജെ പി സി പി എം ഡീലെന്ന് പറയത്തില്ല. ഇതുപോലെ തന്നെ പാലക്കാടും ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള ഇടം തന്നെയാണ്. അവിടെയും ഒരു ചെറിയ ഡീല് നടന്നാൽ അത് പരസ്യമായിട്ട് ആരും പഴിചാരത്തില്ല. കാരണം ഇവിടങ്ങളിലൊക്കെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടമാണ് തിരുവനന്തപുരവും തൃശ്ശൂരും പാലക്കാടും എന്നേ കരുതുകയുള്ളൂ. എന്നാലുണ്ട് ഡീല് നടന്നിട്ടും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഡീല് നടന്ന് 3 സീറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡീല് പിണറായി വിജയൻ്റെ 3-ാം ഊഴത്തിലേക്കും പോയി കഴിയുമ്പോൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ 3-ാം ഊഴത്തിലേക്ക് പോവുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥിതി നമ്മൾ നോക്കണം. കോൺഗ്രസിൻ്റെ കാര്യം വലിയ പരിങ്ങല്ലാവും. ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഘടകകക്ഷി ലീഗാണ്. പിന്നെ ഉള്ള ഘടകകക്ഷികളെന്ന് പറയുന്നത് കേരള കോൺഗ്രസ്, ജോസഫ്, ജേക്കബ്, ഫോർവേഡ് ബ്ലോക്ക്, CMP, ഇങ്ങനെയൊക്കെയുള്ള ഒറ്റയാൾ പട്ടാളങ്ങളാണ്. ആർ എസ് പിക്കൊന്നും സീറ്റില്ല, നിയമസഭാ സീറ്റില്ല, ഫോർവേഡ് ബ്ലോക്കിനും ഇല്ല, CMPക്കും ഇല്ല. ഇവരൊക്കെ കുറേ കാലമായിട്ട് ഈ ഭരണമില്ലാത്തത് കൊണ്ട്, പുറത്ത് നിൽക്കുന്നത് കൊണ്ട് ഇത് എങ്ങോട്ട് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഇവർക്കൊരു ത്രാണിയില്ലാതാകും. ഇവരൊക്കെ പല വഴികളിലൂടെ പോകും. ലീഗിൻ്റെ വഴി നോക്കും. കോൺഗ്രസ് പിന്നെ എന്തായി തീരും? വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. 2026 ഈ തരത്തിൽ ഡീൽ ഉറപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ 3-ാമത് വരികയും ചെയ്തു കഴിഞ്ഞ് 2026 കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 2031 വരെ കാത്തിരിക്കണം. അതിനിടയ്ക്ക് ഘടകകക്ഷികളെല്ലാം അങ്ങ് പോകും. രമേശ് ചെന്നിത്തലയെ പോലുള്ളവരൊക്കെ എന്തു ചെയ്യും? മുഖ്യമന്ത്രിയാകാൻ കൊതിച്ചിരിക്കുകയാണ്. കൊതിച്ചിരിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം അർഹനാണ്.
കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു BJP ആയിട്ട് ഡീൽ ഒപ്പിച്ചാൽ തന്നെ ഒരുപക്ഷെ കുറച്ചൊക്കെ വോട്ടുകൾ പിടിക്കാം എന്നുള്ളതിനേക്കാളും അപ്പുറം ഇതിപ്പം നമുക്കറിയാം, നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ചായ്വൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പരസ്യമായിട്ട് എന്താ വലിയ തോതിൽ പ്രചരിക്കുന്ന തരത്തിലേക്കാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഒന്നും ഒളിച്ചു കളിക്കാൻ പറ്റത്തില്ല ഇവർക്ക്. അപ്പം ഒരു ചെറിയൊരു ഇട്ട് തരുമ്പോൾ തന്നെ ഇപ്പം നിലമ്പൂർ തന്നെ അത്തരത്തിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ അത് വിമർശിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ LDFുമായിട്ടൊരു നീക്കമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് കൊടുക്കും. കാരണം ഒരു പിണറായി വിരുദ്ധത ജനങ്ങളുടെ ഇടയിലുണ്ട്. ഒപ്പം തന്നെ BJPയോട് ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒരു അതൃപ്തിയുണ്ട്. അത് സ്വാഭാവികം. ഒരു മത പാർട്ടി എന്നുള്ള ലേബൽ ഇതുവരെയും പലരുടെ ഇടയിൽ നിന്ന് BJP മാറിയിട്ടില്ല. ഒരുപക്ഷെ യുവതലമുറ ഒക്കെ കുറേയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അല്ലാതെ ഉള്ള ജനങ്ങൾ BJPയോട് അത്ര വലിയ ലോഹ്യം ഉള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് തന്നെ ജയിക്കില്ല. കുറച്ചൊക്കെ വോട്ട് വിഹിതം ഈ പറഞ്ഞതുപോലെ മാറും എന്നുള്ളതല്ലാതെ ഇനി ഈ കോൺഗ്രസ് ഭരിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അടുത്ത തവണ. അല്ല, അത് മതിയല്ലോ. വോട്ട് വിഹിതം മാറിക്കഴിഞ്ഞാൽ മതി. അതിനകത്ത് പിണറായി വിജയൻ ഇനിയും മാസങ്ങൾ നിൽക്കുകയാണ്. പിണറായി വിജയൻ അണിയറയിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആ ഡീലിനകത്തൂടെ BJP ഒരിക്കലും പിണറായിക്ക് അനുകൂലമായിട്ട് നിൽക്കുക. പിണറായി എപ്പം വലിച്ച് താഴെ ഇട്ടെന്ന് ചോദിച്ചാൽ മതി. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP വന്നുകൊണ്ട് പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. ഓരോ ഇടങ്ങളിൽ തീർത്തു വരികയാണ്. കേരളത്തിലും ഇല്ലാതാക്കണം. ഒരിക്കലും BJP CPM-നെ അനുകൂലിച്ചോ ഈവൻ കോൺഗ്രസിന് ഒരു അനുകൂല ഭാവം നടത്തിയാൽ പോലും CPM-നെ അനുകൂലിക്കത്തില്ല. കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്ന ഉരുവായ ഒരു കാലം BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ആണ് ആദ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അതിനപ്പുറം പിന്നാണ് BJP ആയാലും CPM ആയാലും CPI ബാക്കിയുള്ള എല്ലാ പാർട്ടികളും വന്നത്. അപ്പം പൊതുവെ പ്രതിപക്ഷം കോൺഗ്രസ് എന്നുള്ളൊരു നിലപാട് ഇന്ത്യ ചരിത്രത്തിലുണ്ട്. അപ്പോൾ അതെന്തായാലും BJP എങ്ങനെ മാറ്റത്തില്ല. ഇല്ല പണ്ടിലെ ടോമിനെ ജെറി തട്ടി കളിക്കുന്നു, അങ്ങനെയല്ലേ? പൂച്ച എലിയെ തട്ടി കളിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കളിക്കും. പക്ഷേ കോൺഗ്രസിനെ ഒരിക്കലും BJP തച്ചുടച്ച് കളയില്ല. കാരണം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു സമവായമുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു ആശയമുണ്ട്. അത് കുറച്ച് സമാധാനമുള്ള ഒരാശയം. അതിൻ്റെ നേതൃത്വ നിരയൊക്കെ കണക്കാണെന്നുണ്ടെങ്കിലും പക്ഷേ കോൺഗ്രസിൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും അത്രയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള. അതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസിനെ ചവിട്ടി മെതിക്കാൻ BJP അനുവദിക്കത്തില്ല. അതാണ് ആം ആദ്മി പാർട്ടിയിൽ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഡൽഹി പിടിച്ചടക്കിയ ആപ്പ് പിന്നീട് എന്തുകൊണ്ടാണ് വളരാഞ്ഞത്? BJP അടിച്ചിട്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടി ഇന്ത്യൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയരാൻ ഒരുപക്ഷെ BJP സഹകരിക്കത്തില്ല. കാരണം ഈ പറഞ്ഞോണം ഞാൻ തല്ലി ഒടിച്ചാലും മറ്റവൻ തല്ലാൻ സമ്മതിക്കാത്ത നമ്മുടെ ഒരു കുടുംബത്തിനകത്തുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് BJP ഒരു ധാരണയുണ്ടല്ലോ. നമ്മളിപ്പം LDF BJP എന്ന് പറയുന്ന ധാരണ കേന്ദ്രത്തിലുണ്ട്. അപ്പം ഒരു പക്ഷേ കേരളത്തിൽ ഇനി കോൺഗ്രസ് ഭരിക്കണം എന്നുള്ളൊരു നിർണായക തീരുമാനം BJP എടുത്താൽ തീരാവുന്നതല്ല ഉള്ളൂ പിണറായിസം. അങ്ങനെ വന്നാൽ തന്നെ LDFനെ CPM-നെ അടിച്ചു പുറത്താക്കുകയേ ചെയ്യത്തുള്ളൂ. BJP ഒരിക്കലും CPM-ന് അനുകൂല നിലപാടുമായിട്ട് BJP വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അല്ലെ, കോൺഗ്രസിന് ഈ സ്വയം ഇല്ലാതാക്കുന്ന രീതികളായിരിക്കും BJP ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡീലോ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഇവരുടെ ഘടകകക്ഷികൾക്ക് എല്ലാം തന്നെ 10 വർഷമായിട്ട് അധികാരം ഇല്ലാതെ നിൽക്കുകയാണ്. അവർ സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരും. 2026 അധികാരം കിട്ടാതെ വരുമ്പോൾ 2031 വരെ ഇനി രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ കാത്തിരിക്കണം. രമേശ് ചെന്നിത്തല എന്തെങ്കിലും കടുങ്കൈ ചെയ്യും, അത് മനസ്സിലാക്കണം. 2026 എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിലോ എന്നുള്ള ഈ കേരള കോൺഗ്രസ് കേന്ദ്രവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. കേരള കോൺഗ്രസ് നമ്മൾ ഈ പറയുന്നോണം സാറ് ഈ എപ്പോഴും പറയുന്നോണം കുറച്ച് മുതിർന്ന നേതാക്കളൊക്കെ കടന്ന് കളിക്കുന്നുണ്ടെങ്കിലും കുറച്ച് യുവതലമുറയുണ്ട് കോൺഗ്രസ്സിൽ. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഒരു ഐക്യം കാണാം എപ്പോഴും. അത് CPM-നും BJP-ക്കും ഒന്നും ഇല്ലാത്ത ഒരു വല്ലാത്ത ഒരു വീര്യം ഒക്കെ കോൺഗ്രസ്സിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സിനെ അങ്ങനെ അടിച്ചപ്പുറത്തൊന്നും വേണ്ട. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവരുടെയൊക്കെ വീര്യം കാണാം. അത് നിലമ്പൂരൊക്കെ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു വീര്യം തന്നെയാണ് ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രകടിപ്പിക്കുന്നത്. കാരണം കേരള രാഷ്ട്രീയത്തിൽ BJP കടക്കാൻ ഇനിയും സമയമുണ്ട്. അത് കടന്നു വരുന്നതേ ഉള്ളൂ. അത് ഈ ഉടനെ കയറി CPM പണ്ടേ ഈ BJP-യുടെ ഒരു സാർ എപ്പോഴും പറയുന്നതാണ്,
വോട്ട് കൊടുക്കൽ അല്ലേ, എന്തുവതിന് പറയുന്നേ, വോട്ട് കച്ചവടമുള്ള പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ, മലയാളികൾ അത്ര എന്തുവാ വിവരമില്ലാത്തവരല്ല, ബുദ്ധിയില്ലാത്തവരല്ല, അത് നോക്കിയും കണ്ടുമൊക്കെ കുത്തത്തുള്ളൂ.